ഇതാണ് മതരാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള യാത്ര. അതിനോട് കയ്യൊപ്പ് ചാർത്തി കൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. നിങ്ങൾ ഭരണഘടനയെ കുറിച്ച് മൂടുകയാണ്. ഞാൻ പറയുന്നത് സുപ്രീം കോടതിക്ക് ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതി ചിലപ്പോൾ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചു വല്ലാതെ. എന്താ വിശ്വസിച്ചത്? ഇവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കും, അതുകൊണ്ട് ട്രസ്റ്റിയാണ് ഗവൺമെന്റ്. ഒരു ഇലക്ടഡ് ഗവൺമെന്റിന്റെ ചുമതലയല്ല ഇപ്പൊ നിർവഹിക്കുന്നത്. സുപ്രീം കോടതി അയോധ്യ കേസിലെ വിധിയുടെ ട്രസ്റ്റിയാണ് ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ ഗവൺമെന്റ്. ആ ട്രസ്റ്റിൽ RSS ഇല്ല. ആ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ചുമതലയിൽ പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സംവിധാനം. അതുകൊണ്ട് സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട സംവിധാനത്തെ ഉണ്ടാക്കിക്കൊണ്ട് ശരിയാവുന്നത് പരിഹരിക്കേണ്ടതാണ്. സുപ്രീം കോടതി ഇപ്പോഴത്തെ നില അറിയാമല്ലോ, പലപ്പോഴും ഇടപെടുന്നില്ല, മാറ്റിവെക്കപ്പെടുന്നു. പക്ഷേ ഇന്ന് കണ്ട റോഡ് ഷോയിൽ ശരിയാണ്, അതിന്റെ രാഷ്ട്രീയ നൈതികതയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സുപ്രീം കോടതിയുടെ വിധി നമ്മളെ അടക്കം അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന വിധി തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തുക. ആ കുറ്റകൃത്യം നടന്നത് ആദ്യം 1949 ഡിസംബർ 23-ാം തീയതിയാണെന്ന് 22-ാം തീയതിയാണെന്ന് കണ്ടെത്തുക. ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ പഴി പറയുന്നതിനോടൊപ്പം ആ കുറ്റകൃത്യത്തെ സാധൂകരിക്കുന്ന വിധിന്യായം പുറപ്പെടുവിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ റോഡ് ഷോയിലൂടെ BJP തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. വീട് കൊടുത്തിരിക്കുന്നു. 4 കോടി മനുഷ്യർക്ക് വീടും ഒപ്പം രാംലല്ലയ്ക്കൊരു കോൺക്രീറ്റ് കെട്ടിടവും കിട്ടിയിരിക്കുന്നുവെന്നാണ്. അതായത് 4 കോടി മനുഷ്യർക്കൊപ്പം ടെന്റിൽ താൽക്കാലികമായി കിടന്നിരുന്ന രാംലല്ലയ്ക്ക് ഒരു വീട് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാമന് മാത്രമല്ല ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് കൂടി കിടപ്പാടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇന്നതാണ് മീരാമഞ്ച് പറയുന്നത്. ഈ ചായ മാത്രമല്ല, ഈ വീടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവാസ് യോജനയുടെ ഭാഗമാണ്. അവിടെയാണ് തെറ്റിപ്പോയത്. മുമ്പുണ്ടായിരുന്ന പല പദ്ധതികളോ ആവാസ് യോജന എന്ന പേര് മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടിട്ടില്ലേ? ഈ പദ്ധതിക്ക് എത്ര രൂപ കൊടുക്കുന്നത്? 82,500 രൂപ. 82,500 രൂപ കൊടുത്തിട്ട് അത് 4 കോടി പേർക്ക് കൊടുത്തൊക്കെ പറയുന്ന പച്ചക്കള്ളമാണ് കേട്ടോ. ഇതൊന്നും ഇന്ത്യ കൊടുത്തിട്ടില്ല. 4 കോടി പേർക്ക് ഈ രൂപ കൊടുക്കണം. എത്ര കോടി രൂപ വേണം? നമ്മളൊരു കണക്ക് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ വെച്ചിട്ട് എന്താണ് ഹൗസിങ്ങിനുള്ള ഓരോ കൊല്ലത്തെ അലോക്കേഷൻ? ഇപ്പൊ നമ്മള് നരേന്ദ്രമോദിയുടെ അവകാശവാദങ്ങൾക്ക് ഒരു സത്യമില്ല. ഉദാഹരണമായിട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി, സമ്പൂർണ്ണ വൈദ്യുതീകരണം. അത് പ്രഖ്യാപിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ പോയിട്ട് അന്ന് മാധ്യമപ്രവർത്തകർ നോക്കിയപ്പോൾ അവിടെ കറണ്ട് ചെന്നിട്ടില്ല. ഇപ്പൊ ജെയിംസിനെ എന്താ പിരിച്ചുവിട്ടത്? എന്തിനാ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഇല്ലാതെയാക്കിയത്? എന്തിനാ CNDയുടെ ഓഡിറ്റ് ഇല്ലാതെയാക്കിയത്? CNDയുടെ ഓഡിറ്റുകൾ പാർലമെന്റ് വരാത്തത്? ഇതെല്ലാം മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നടന്നിട്ടുള്ള കടന്നാക്രമണങ്ങൾ, കൊള്ളകൾ, അഴിമതികൾ ഇതെല്ലാം മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം ഇട്ടുമൂടാൻ വേണ്ടി രാമന്റെ അമ്പലത്തിന്റെ ഒരു പ്രചരണം എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോ നേരത്തെ ഷാജി മാധവൻ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് 2047 ആകുമ്പോഴേക്കും എങ്ങനെയാണോ മക്ക എന്ന രീതിയിലേക്ക് ലോകത്തിൻ്റെ തന്നെ ഒരു പിൽഗ്രിം ടൂറിസം ഡെസ്റ്റിനേഷനായി അയോധ്യ മാറുമെന്നുള്ളതാണ്. ലോകോത്തരം നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അയോധ്യയിൽ ഒരുക്കുന്നത്. റോഡുകളാണെങ്കിലും ഗതാഗത സൗകര്യങ്ങളാണെങ്കിലും എയർപോർട്ടാണെങ്കിലും മഹാഋഷി വാൽമീകിയുടെ പേര് കൊടുത്തുകൊണ്ടാണ് ആ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആ യാത്ര തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അതുകൊണ്ട് 23-ാം തീയതിക്ക് ശേഷം ഈ അയോധ്യയിലേക്ക് ആളൊഴുക്കായിരിക്കും. അവിടെ എത്തുന്ന ആളുകൾ അയോധ്യ എന്ന നഗരത്തെ ആത്മീയ തലസ്ഥാനമാക്കി മാറ്റുമെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. അഡ്വക്കേറ്റ് അനിൽകുമാർ, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ക്യാച്ചാണ്. ഒരു ഭാഗത്ത് ജനക്ഷേമ പദ്ധതികൾ, മറുഭാഗത്ത് അവരുടെ പ്രതിജ്ഞാ പദ്ധതിയായിരുന്ന രാമക്ഷേത്രം, രണ്ടും യാഥാർത്ഥ്യമാവുന്നു. ഇന്ത്യൻ ആത്മീയതയുടെ മഹാഗുരു എന്ന് പറയുന്ന ഉപനിഷത്തുകളാണ്. ആത്മീയത എന്ന് പറയുന്നത് ഇപ്പോ രാമായണമല്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. രാമായണം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലേ? ആർക്കാണ് അധികാരം? രാജാവിന്റെ മൂത്ത മകനാണോ രണ്ടാമത്തെ മകനാണോ അധികാരം? ഇതല്ലേ രാമായണം കൈകാര്യം ചെയ്യുന്നത്. എന്താണ് ആത്മീയത? ഇന്ത്യൻ ആത്മീയതയെ കുറിച്ച് നരേന്ദ്രമോദിക്ക് വല്ലതും അറിയാമോ? ഇനി ദൈവസങ്കല്പങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ശൈവസങ്കല്പവും അതുപോലെ തന്നെ മറ്റു സങ്കല്പങ്ങളും ഇല്ലേ? അതിലൊന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഏക ദൈവം. രാമൻ മാത്രമാണ് ദൈവം. നിങ്ങൾ ശിവനെ വേണ്ട, നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ വേണ്ട, നിങ്ങൾക്ക് സരസ്വതി വേണ്ട. ഞാനിപ്പോ കൽക്കട്ടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ കാളി മാതാവാണ്, കാളി പൂജയാണ്. നേപ്പാളിൽ പോയിട്ടാണ് വന്നത് 4 ദിവസം മുമ്പ്. നേപ്പാളിൽ ഞാൻ ചെന്നപ്പോൾ ഒരു അമ്പലത്തില് ബീഫ് വെച്ചിരിക്കുകയാണ് നിവേദ്യമായിട്ട്, ഇറച്ചി. അവിടെ പ്രാപഞ്ചിക ദൈവങ്ങളാണ്. നിങ്ങൾ വാരണാസിയിൽ നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്.
ഒരു ഭാഗത്ത് രാമൻ, മറുഭാഗത്ത് ശിവൻ, ഇനിയും വിഷ്ണു ക്ഷേത്രങ്ങൾ, ഇതൊക്കെ ഈ BJPയുടെ കാലത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നുള്ളതാണ്. 4000-ലധികം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഏറ്റെടുത്തിട്ടുണ്ട് പാർട്ടി. അതിലൊന്നാണിപ്പോൾ സാധ്യമായിരിക്കുന്നത്. അതവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടയുമാണ്. Debate with Arun Kumar.